ഛത്തീസ്ഗഡിലെ നാരായൺപൂരിൽ 2 മാവോയിസ്റ്റ് നേതാക്കളെ സുരക്ഷാ സേന വധിച്ചു. സിപിഐ മാവോയിസ്റ്റ് കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായ രാമചന്ദ്ര റെഡ്ഡി, സത്യനാരായണ റെഡ്ഡി എന്നിവരെയാണ് വധിച്ചത്. ഇവരുടെ പക്കൽ നിന്ന് ആയുധങ്ങളും ലഘുലേഖകളും പിടിച്ചെടുത്തു. സജു തോമസ് ചേരുന്നു. സജു, വിവരങ്ങൾ. ഇന്ന് ഉച്ചയോടുകൂടിയാണ് സംഭവം ഉണ്ടായിരിക്കുന്നത്. ഛത്തീസ്ഗഡിലെ നാരായൺപൂരിലാണ് ഇത്തരം ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. 2 മാവോയിസ്റ്റ് നേതാക്കളെയാണ് വധിച്ചിരിക്കുന്നത്. കൊല്ലപ്പെട്ടത് രാമചന്ദ്ര റെഡ്ഡി, സത്യനാരായണ റെഡ്ഡി എന്ന പേരുള്ളവരാണ്. ഇവർ രണ്ടുപേരും മാവോയിസ്റ്റ് സംഘടനയുടെ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളാണ്. ഇവരുടെ പക്കൽ നിന്ന് ആയുധങ്ങളും ലഘുലേഖകളും കണ്ടെത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ സംഭവം നടന്നത് നാരായൺപൂർ, അതായത് മഹാരാഷ്ട്രയോട് ചേർന്നുള്ള അബുജ്മാദ് പ്രദേശത്തെ വനമേഖലയിലാണ്. ഇന്ന് രാവിലെ മുതൽ ഈ മേഖലയിൽ സൈന്യത്തിന്റെ ഭാഗത്തുനിന്നും തെരച്ചിൽ ആരംഭിച്ചിരുന്നു. മാവോയിസ്റ്റുകൾ എത്തിയിട്ടുണ്ടെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ആണ് ഇവിടേക്ക് സൈന്യം എത്തുകയും തെരച്ചിൽ ആരംഭിക്കുകയും ചെയ്തത്. അതിനിടയിലാണ് ഇവർക്ക് നേരെ വെടിവെപ്പ് ഉണ്ടായത്. ഈ വെടിവെപ്പിനൊടുവിലാണ് 2 മാവോയിസ്റ്റുകളെ വധിച്ചിരിക്കുന്നത്. എന്തായാലും ഇവരുടെ പക്കൽ നിന്ന് നിരവധിയായിട്ടുള്ള ആയുധങ്ങളും കണ്ടെത്തിയിട്ടുണ്ട്. മേഖലയിൽ ഇപ്പോൾ കൂടുതൽ തെരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട്. കൂടുതൽ മാവോയിസ്റ്റുകൾ മേഖലയിൽ ഉണ്ടെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് സൈന്യം എത്തിയത്. എന്തായാലും ഇപ്പോഴും തെരച്ചിൽ പുരോഗമിക്കുകയാണ്. ഛത്തീസ്ഗഡിൽ മാത്രമായിട്ട് ഇക്കഴിഞ്ഞ 6 മാസത്തിനിടെ ഏകദേശം 247ഓളം മാവോയിസ്റ്റുകളെ വധിച്ചു എന്നാണ് ആഭ്യന്തര മന്ത്രാലയം ഇന്ന് പുറത്തുവിട്ട കണക്കുകൾ പറയുന്നത്. പ്രധാനമായിട്ടും ആഭ്യന്തരമന്ത്രി അടക്കമുള്ളവർ വ്യക്തമാക്കിയത് 2026ഓടുകൂടി ഇന്ത്യയിലെ മാവോയിസ്റ്റുകളെ ഇല്ലായ്മ ചെയ്യുന്ന ആഭ്യന്തരമന്ത്രി പറഞ്ഞിരുന്നു. അതിന് പിന്നാലെയാണ് ഛത്തീസ്ഗഡ്, മഹാരാഷ്ട്ര, മധ്യപ്രദേശ് അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ മാവോയിസ്റ്റ് വേട്ട തുടരുന്നത്. ശരി സജു.